മുതിർന്ന ആൾക്കാരിലെ പോലെ കുട്ടികളിലും വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കണ്ടീഷനാണ് അപ്പൻഡിസൈറ്റിസ്. പല തരത്തിലുള്ള സിംറ്റംസായിട്ട് കുട്ടികൾ വരാറുണ്ട്. കൂടുതലായിട്ട് കാണുന്നത് വയറിൻ്റെ വലതുവശത്ത് താഴെയായിട്ട് വേദന ഉണ്ടാവുക, അല്ലെങ്കിൽ വയറിൻ്റെ മധ്യഭാഗത്തായിട്ട് വേദന ഉണ്ടാവുക, ഭക്ഷണത്തിനോട് താല്പര്യം ഇല്ലാതിരിക്കുക, കുട്ടികൾ വയ്യാതെയായി പോവുക, അവർക്ക് എഴുന്നേൽക്കാനും നടക്കാനും താല്പര്യമില്ലാതെ വരിക, ഛർദിലുണ്ടാവുക, പനിയുണ്ടാവുക, ഇതൊക്കെയാണ് സാധാരണയായിട്ട് കാണുന്ന ലക്ഷണങ്ങൾ. പല കുട്ടികളിലും പല തരത്തിലുള്ള കാഠിന്യമാണ് അപ്പൻഡിസൈറ്റിസ് ഉണ്ടാകുന്നത്. ചില കുട്ടികൾക്ക് മൈൽഡ് അപ്പൻഡിസൈറ്റിസ് വളരെ ചെറിയ സിംറ്റംസ് ആയിരിക്കും തുടക്കത്തിലേ വരുന്നത്. ചില കുട്ടികളിൽ വരുമ്പോൾ തന്നെ വളരെ സിക്കായിട്ടായിരിക്കും കുട്ടികൾ വരുന്നത്. സാധാരണഗതിയിൽ അപ്പൻഡിസൈറ്റിസ് കണ്ടുപിടിക്കുന്നത് 3 തരത്തിലാണ്. ഒന്ന്, നമ്മൾ കുട്ടിയുടെ വയറ് പരിശോധിച്ച് നോക്കുന്ന ഡോക്ടറിന് മനസ്സിലാവുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ചില കുട്ടികളുടെ ടോട്ടൽ കൗണ്ട്സ്, അതുപോലെ കൗണ്ട്സിനകത്തെ തന്നെ ന്യൂട്രോഫിൽ എന്ന് പറയുന്ന കമ്പോണൻറ്റ് വളരെയധികം ഉയർന്നിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ജനറലി അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോഴാണ് അപ്പൻഡിക്സ് അതിനകത്ത് കാണാനായിട്ട് പറ്റുന്നത്. അപ്പം അൾട്രാസൗണ്ട് സ്കാനിനകത്ത് അപ്പൻഡിക്സിൻ്റെ സൈസ് വളരെ കൂടുതലായിരിക്കും. അൾട്രാസൗണ്ട് സ്കാനിൽ അപ്പൻഡിക്സ് കാണാൻ പറ്റുന്നില്ലെങ്കിൽ, അതേസമയം അപ്പൻഡിസൈറ്റിസ് നമ്മൾ സംശയിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ CT എടുത്ത് നോക്കുന്നതായിരിക്കും. അപ്പോൾ ആ സമയത്ത് CTയിൽ ജനറലി ഇത് വ്യക്തമായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പൻഡിസൈറ്റിസിൻ്റെ ട്രീറ്റ്മെൻറ്റ് 2 രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ ആൻറ്റിബയോട്ടിക്സ് മരുന്നായിട്ട് കൊടുത്ത് നമുക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് വളരെ സെലക്റ്റഡ് കേസുകളിലാണ് അങ്ങനെ ചെയ്യുന്നത്. എർലി അപ്പൻഡിസൈറ്റിസ് ആണ്, സിംറ്റംസ് ഒത്തിരി ഇല്ല, അല്ലെങ്കിൽ കൗണ്ട്സ് ഒത്തിരി കൂടിയിട്ടില്ല, അൾട്രാസൗണ്ടിനകത്ത് അപ്പൻഡിക്സിൻ്റെ സൈസ് ഒത്തിരി കൂടിയിട്ടില്ല, ഇങ്ങനെയുള്ള കേസുകളിൽ ആൻറ്റിബയോട്ടിക്സ് കൊടുത്ത് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റും. വേദന വളരെ കൂടുതലാണ്, അല്ലെങ്കിൽ കൗണ്ട്സ് വളരെ കൂടുതലാണ്, അൾട്രാസൗണ്ടിൻ്റെ ഫീച്ചേഴ്സ് വളരെ ഒരു അഡ്വാൻസ്ഡ് അപ്പൻഡിസൈറ്റിസിൻ്റെ ഫീച്ചേഴ്സാണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് മരുന്ന് കൊടുക്കുന്നത് ചിലപ്പോൾ സേഫായിട്ട് വരത്തില്ല. അതുപോലെ അപ്പൻഡിക്സിനകത്ത് കല്ല് കാണുക, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ സർജറി ചെയ്ത് അപ്പൻഡിക്സ് റിമൂവ് ചെയ്യുന്നതാണ് ഏറ്റവും സേഫായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ.